ക്രൂരത എന്നാൽ ഇതാണ്. കണ്ണില്ലാത്ത ക്രൂരത. നെഞ്ചുവേദനയെ തുടർന്ന് ഭർത്താവ് ആശുപത്രിയിൽ എത്തിച്ച മകളെ കാണാനെത്തിയ പെറ്റമ്മ പോലും ആ കാഴ്ചയ്ക്ക് മുന്നിൽ തകർന്നുപോയി. പറഞ്ഞു വരുന്നത് 85 ദിവസം മുമ്പ് മരണപ്പെട്ട 24-കാരിക്ക് സംഭവിച്ച ദാരുണാന്ത്യത്തിന്റെ കഥയാണ്. നവംബർ 7 രാവിലെയാണ് അതിരമ്പുഴ സ്വദേശി അനിൽ വർക്കിയുടെ ഭാര്യ ഷൈമോൾ അന്തരിച്ചത്. നെഞ്ചുവേദന എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ച ഷൈമോൾ മരിച്ചതോടെ അവൾ തൂങ്ങിയതാണ് എന്ന് ഭർതൃവീട്ടുകാർ പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ 24 വയസ്സ് മാത്രമുള്ള പെൺകുട്ടി നെഞ്ചിൻ കൂട് തകർന്ന് വാരിയെല്ലുകൾ പൊട്ടി വയറിൽ ക്രൂരമായ മർദ്ദനമേറ്റ് മരണത്തിനു കീഴടങ്ങുകയായിരുന്നു. അവൾ അനുഭവിച്ച വേദന എത്രയെന്ന് വെളിപ്പെടാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണ്ടിവന്നു. പ്രധാനമായും 4 തരം മുറിവുകളാണ് അതിൽ പറയുന്നത്. നെഞ്ചിനേറ്റ കനത്ത പ്രഹരത്തെ തുടർന്ന് നെഞ്ചിന്റെ ഭിത്തി പൊട്ടിയുണ്ടായ രക്തസ്രാവം, മർദ്ദനത്തെ തുടർന്ന് വയറിനുള്ളിൽ കെട്ടിക്കിടന്ന 1/2 ലിറ്റർ കറുത്ത രക്തം, കയറിൽ തൂങ്ങിയപ്പോൾ കഴുത്തിലുണ്ടായ മുറിവുകൾ, ഇരുതുടകളിലും കൈത്തണ്ടയിലും കാണപ്പെട്ട ചതവിന്റെയും പൊള്ളലിന്റെയും പഴയ പാടുകൾ. ആരോഗ്യമുള്ള ഒരാളുടെ നെഞ്ചിന്റെ സംരക്ഷണാസ്ഥി തകർക്കുക എളുപ്പമല്ലെന്ന് മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ പറയുന്നു. അത്ര ദൃഢവും കട്ടിയുള്ളതുമാണ്. മലർത്തിക്കിടത്തി നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുകയോ ചുറ്റിക പോലെയുള്ള വസ്തു കൊണ്ട് ഇടിക്കുകയോ ചെയ്താൽ മാത്രമേ അത് പൊട്ടൂ. ഇത് തകർന്നിട്ടുണ്ടെങ്കിൽ അത്ര ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ട്. വൻകുടലിൽ കനത്ത ക്ഷതം ഏറ്റതുകൊണ്ടാണ് 1/2 ലിറ്ററോളം കറുത്ത രക്തം കെട്ടിക്കിടന്നതെന്നും ഡോക്ടർമാർ പറയുന്നു. പഠിച്ചുകൊണ്ടിരുന്ന പ്രായത്തിൽ 19-ാം വയസ്സിലാണ് ഷൈമോൾ അനിലിനെ പരിചയപ്പെട്ട് പ്രണയത്തിലായത്. എന്നാൽ കഞ്ചാവ് വിൽപ്പനയും അടിപിടിയും ഉൾപ്പെടെ കേസുകൾ ഉള്ള അനിലുമായുള്ള വിവാഹത്തെ ബന്ധുക്കൾ എതിർത്തതോടെ അവൾ വീട് വിട്ടിറങ്ങി. അനിലിനെ വിവാഹം കഴിച്ച ഷൈമോൾ ഭർതൃവീട്ടിൽ സന്തോഷമായി കഴിയുന്നു എന്നാണ് വീട്ടുകാർ കരുതിയത്. 4 വർഷമായി താൻ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങളെക്കുറിച്ച് ഷൈമോൾ ഒരിക്കൽ പോലും പറഞ്ഞിരുന്നുമില്ല. മരണത്തിന് 2 നാൾ മുൻപ് വരെയും. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് 2 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് എത്തിയ ഷൈമോൾ താൻ അനുഭവിച്ചതെല്ലാം പറഞ്ഞു. മർദ്ദനത്തിന്റെയും പൊള്ളലിന്റെയും പാടുകൾ കാണിച്ചു കൊടുത്തു. ഷൈമോളുടെ വീട്ടുകാർ ഇക്കാര്യങ്ങൾ അനിലിന്റെ വീട്ടുകാരോട് ചോദിച്ചു. ഇനിയൊന്നും ഉണ്ടാകില്ലെന്ന് അവർ സത്യം ചെയ്തതോടെ ഷൈമോൾ മടങ്ങിപ്പോയി. 2 ദിവസം കഴിഞ്ഞായിരുന്നു ഷൈമോളുടെ വിയോഗം സംഭവിച്ചത്. മകൾക്ക് നെഞ്ചുവേദന വന്ന് ആശുപത്രിയിലാണെന്നാണ് ഷൈമോളുടെ അമ്മയെ അറിയിച്ചത്. അമ്മയെ ആശുപത്രിയിൽ എതിരേറ്റത് ഷൈമോളുടെ പാതി അടഞ്ഞ കണ്ണുകളാണ്. മകളുടെ മുഖം കയ്യിലെടുത്ത് പൊട്ടിക്കരഞ്ഞ അമ്മയുടെ വിരലുകളിൽ ഷൈമോളുടെ ചെവിക്ക് പിന്നിൽ നിന്നിറങ്ങിയ രക്തത്തിന്റെ നനവ് പടർന്നു. തൂങ്ങി മരിച്ചെന്ന് പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു ഭർതൃവീട്ടുകാർ. പക്ഷേ ശരീരത്തിലെ മുറിവുകൾ കണ്ട് ആശുപത്രിയിൽ നിന്നും പോലീസിനെ അറിയിച്ചു. തുടർന്നാണ് മകളുടെ മരണം അന്വേഷിക്കണമെന്ന് കാട്ടി അമ്മ പോലീസിൽ പരാതി നൽകിയത്. രാവിലെ 6:40 അനിലിന്റെ ഫോണിൽ നിന്ന് അമ്മയോട് സംസാരിക്കുമ്പോഴും 7 മണിക്ക് ഗേറ്റ് വരെ നടന്നെത്തി പാൽക്കാരനോട് സംസാരിക്കുമ്പോഴും ഷൈമോൾക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ ആത്മഹത്യാ പ്രവണതയോ ഉണ്ടായിരുന്നില്ല. പാൽപാത്രവുമായി വീടിനുള്ളിലേക്കു കയറിയ ഷൈമോൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലാണ് അന്വേഷണം വേണ്ടത്. നെഞ്ചിന്റെ ഭിത്തിയും വാരിയെല്ലും തകരാൻ മാത്രം അവളെ ആരാണ് മർദ്ദിച്ചത്? നെഞ്ചിലും വയറിലും ആഴത്തിൽ മുറിവേറ്റ പെൺകുട്ടിക്ക് എഴുന്നേറ്റ് പോയി ആത്മഹത്യ ചെയ്യാനുള്ള ശാരീരിക മാനസിക അവസ്ഥ ഉണ്ടാകുമോ? ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം തേടേണ്ടത്. പരാതിക്ക് പിന്നാലെ ഏറ്റുമാനൂർ പോലീസ് അനിലിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരുന്നു.